Good morning, guys. ആൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു മെത്തഡോളജിയാണ് ക്വസ്റ്റ്യൻസിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസിലൂടെ ഈ ടോപ്പിക്കിനെ പഠിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വി ആർ ഹാവിംഗ് 15 വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് സ്മോൾ എക്സ്പ്ലനേഷൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക് എന്നുള്ളതിന്റെ ഒരു പിക്ചർ തരിക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഉദ്ദേശം. സോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ആൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ HSST സെറ്റ് എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഹിസ്റ്ററിയുടെ നല്ലൊരു ആസ്പിരന്റ് ആണെങ്കിൽ, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് സെക്ഷനിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാനുള്ള ഒരു അവസരമുണ്ട്. യു ക്യാൻ ബി പാർട്ട് ഓഫ് ക്രിസ്റ്റൽ അപ്ഡേറ്റ്സ്. സോ ലെറ്റ്സ് ഡിസ്കസ്. ഒന്നാമത്തത് എപ്പിക് ഓഫ് ഗിൽഗമേഷ്. ഗിൽഗമേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ഒരു കിങ് ആണെന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം, അത് ഏത് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈജിപ്ത്, സുമർ, ഷാൻ ഡൈനാസ്റ്റി, കിങ് ഡൈനാസ്റ്റി, അങ്ങനത്തെ പല ഡൈനാസ്റ്റികളുടെ പേരുണ്ട്. ഇതിൽ ഷാനും കിന്നും എന്ന് പറയുന്നത് ചൈനീസ് ആണ്. സുമർ നിങ്ങൾക്കറിയാം മെസപ്പൊട്ടോമിയന്റെ ഭാഗത്തുള്ള സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈജിപ്ഷ്യൻ ഉണ്ട്. ആൻഡ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബി, സുമർ ഓർ അതർവൈസ് മെസപ്പൊട്ടോമിയ, ബെറ്റർ ടു സേ. മെസപ്പൊട്ടോമിയാണ് വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ദ പിരമിഡ്സ് ഓഫ് ഗിസ. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മൾ കാണുന്ന ഈജിപ്ഷ്യൻ പിരമിഡുകൾ ഉണ്ട്. ഏത് ഫറോവയാണ് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? കുഫു, റാംസെസ് സെക്കൻഡ്, തുതും ഖമോൻ, അഖനത്തുൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ആൻസർ വരുന്നത് കുഫു ആണ്. ഈ കുഫു എന്ന് പറയുന്ന രാജാവാണ് ആക്ച്വലി, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരുടെ എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്, ചിയോപ്സ്. അദ്ദേഹം ഈജിപ്ത് ഭരിക്കുന്നുണ്ട്. ഫോർത്ത് ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരുന്നത്. കാരണം നമ്മൾ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഫസ്റ്റ് ഡൈനാസ്റ്റി, സെക്കൻഡ് ഡൈനാസ്റ്റി, തേർഡ് ഡൈനാസ്റ്റി, അങ്ങനെ കുറച്ച് ഡൈനാസ്റ്റികൾ വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഗിസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഗ്രേറ്റ് പിരമിഡിന്റെ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആരാണ്? കുഫു എന്ന് പറയുന്ന ഫറോവയാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. കാരണം വൺ ഓഫ് ദി വേൾഡ് വണ്ടറിന്റെ ഭാഗമായിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ബേസിക് ഇൻഫർമേഷൻസ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. Okay, അപ്പോൾ Egyptian civilization is something very important for our examination. Third question is regarding the Trojan War. Trojan War definitely നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഹോമറിന്റെ ഇലിയഡും ഒഡീസിയും ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കഥ എന്നുള്ളതും, അവസാനം ഈ ഒഡീസിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുതിരയെ ഉണ്ടാക്കുന്നതും അങ്ങനെ അവരുടെ ആ പാലസിലോട്ട് കയറ്റി വിടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെ സിവിലൈസേഷൻസ് തമ്മിലാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്? ഈജിപ്ഷ്യൻസ് ആൻഡ് ഹിബ്രു, ഗ്രീക്ക് ആൻഡ് പേർഷ്യൻ, ഗ്രീക്സ് ആൻഡ് ട്രോജൻ. ഒബ്വിയസ്ലി ഹിയർ യു കെൻ സി ട്രോജൻ, ദസ് യു വിൽ ഗെറ്റ് ദ ആൻസർ സി. വെരി സിമ്പിൾ ആണ്. ഗ്രീക്കുകാരും ട്രോജനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു എന്നുള്ളത് ട്രോജൻ വാർ. ബട്ട് ഇത് ഏത് കാലഘട്ടത്തിലാണ്? ഇൻ വിച്ച് പീരിയഡ് ദിസ് വൺ? കമന്റ് ദിസ് വൺ. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം ക്ലാസ് റൂം നമ്മൾ പറഞ്ഞ സമയത്ത് വി ഹാവ് മേഡ് ക്ലിയർ കട്ട് ഡിവിഷൻ അബൌട്ട് ഈ ഗ്രീക്കിന്റെ ഹിസ്റ്ററി പറയുന്ന നേരത്തെ ഗ്രീക്കിന് നമ്മൾ ഗ്രീക്ക് സിവിലൈസേഷൻ, ഗ്രീക്ക് എംപയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പീരീഡ് ഉണ്ടെങ്കിലും ഗ്രീക്കിന് അതല്ലാത്ത ചില ഫേസുകൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഹിസ്റ്റോറിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ വിച്ച് പീരിയഡ്. നിങ്ങൾ അതിന് കൃത്യമായിട്ട് ഇന്ന വർഷം എന്ന് പറഞ്ഞോണമെന്നില്ല. ബട്ട് വി കെൻ സേ ലൈക്ക് there are certain options like classical Greek period, അതിന് മുമ്പുള്ള ഒരു പീരീഡ്, ശേഷമുള്ള പീരീഡ്, അങ്ങനെ ഡാർക്ക് ഏജ്, ഇങ്ങനത്തെ പല പീരീഡുകൾ പറയാറുണ്ട്. അപ്പൊ അതിൽ ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അനദർ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ കൊളോസിയം. കൊളോസിയത്തെ കുറിച്ചാണ്. ദറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആർക്കിടെക്ചർ ഇൻ റോം. റോമിലെ ആംഫി തിയേറ്റർ ആണ്. അവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട്. എന്ത് പരിപാടിയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻസ്: ഗ്ലാഡിയേറ്റർ ബാറ്റിൽ, സെനൈറ്റ് മീറ്റിംഗ്സ്, റിലീജിയസ് സെറമണീസ്, പബ്ലിക് എക്സിക്യൂഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ട് അറിയുന്ന ഒരു ഉത്തരം കൂടിയാണ്. ഗ്ലാഡിയേറ്റർ ബാറ്റിൽസ് നടത്തിയിരുന്ന രാജാക്കന്മാരും ആൾക്കാരൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന ഗ്ലാഡിയേറ്ററിന്റെ ബാറ്റിൽസ് നടന്നിരുന്ന റീജിയൻ ആണിത് കൊളോസിയം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കാലഘട്ടത്തിൽ അടിമത്തം എന്ന് പറയുന്നത് ഒരു വിനോദമാക്കി എടുത്തതിന്റെ സീനുകളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. Colosseum that was built for public entertainment, including gladiator contests, animal hunt and staged battles. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ് ഫേമസ്ലി ഗ്ലാഡിയേറ്റർ ബാറ്റിൽസ് തന്നെയാണ്. അഞ്ചാമത് റോസറ്റ സ്റ്റോണിനെ കുറിച്ചുള്ളതാണ്. റോസറ്റ സ്റ്റോൺ എന്ന് പറയുന്നത് ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള? ഇൻസ്ക്രിപ്ഷൻസ് ഇൻ 3 ലാംഗ്വേജസ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഡിസിഫറിംഗ് ഓഫ് വിച്ച് സിവിലൈസേഷൻ ഓർ വിച്ച് ലാംഗ്വേജ് എന്നുള്ള? സാൻസ്ക്രിറ്റ് ആണോ റോസറ്റ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? ഇല്ല. വി കൻ എലിമിനേറ്റ് ദാറ്റ് വൺ. ഹീറോഗ്ലിഫിക്സ്, കുണിഫ്യം, ഫീനീഷ്യൻ. ഇതിലേതാ വരാൻ ചാൻസ് ഉള്ളതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ബെസ്റ്റ് ആൻസർ ഇസ് ഹൈറോഗ്ലിഫിക്സ് ആണ്. കാരണം അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവരുടെ റോസറ്റ സ്റ്റോണുകളെ കുറിച്ച് പറയാറുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്.
Okay, so stones parallel text in Greek, Demotic Egyptian and ancient Egyptian hieroglyphics-ലൊക്കെ നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നതാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. Now the Great Wall of China, അത് ഉണ്ടാക്കി എന്തിനാ? ട്രേഡിന് വേണ്ടിയാണോ? ഡിഫെൻഡ് അഗൈൻസ്റ്റ് നൊമാഡിക് ട്രൈബ്സ് ആണോ? ഷോക്കേസ് ഇമ്പീരിയൽ പവർ ആണോ? കണക്ട് മേജർ സിറ്റീസ് ആണോ? ഒബ്വിയസ്ലി ആ കാലഘട്ടത്തിൽ ഒരുപാട് ചലഞ്ചസ് നൊമാഡിക് ട്രൈബ്സ് ആയിരുന്നു, അവരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട്, ഐ ജസ്റ്റ് ട്രൈ ടു ആൻസർ വിച്ച് ഡൈനാസ്റ്റി ആക്ച്വലി ബിൽഡ് ദിസ് വൺ. ആൻസർ ഇസ് വെരി സിമ്പിൾ. നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കിങ് ഡൈനാസ്റ്റി തന്നെയാണ്. സോ കിങ് ഡൈനാസ്റ്റി ആണ് ഈ ഒരു ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അറൗണ്ട് 3rd സെഞ്ചുറിക്ക് ശേഷം AD 3rd സെഞ്ചുറി AD ശേഷം ഉണ്ടാക്കി തുടങ്ങുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നീട് പല കാലഘട്ടത്തിൽ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫർദർ എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The most important question is Hammurabi Code. Hammurabi Code എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? വൺ ഓഫ് ദി ഏർലിയസ്റ്റ് റിട്ടൺ ലീഗൽ കോഡ്സ് ആണ്. നമുക്ക് ആൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററിയിൽ ചില റിട്ടൺ ലീഗൽ കോഡ്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഒന്ന് ഹമ്മുറാബി കോഡാണ്, മറ്റൊന്ന് 12 ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. വി ഹാവ് വൺ ക്വസ്റ്റ്യൻ പെർട്ടിക്കുലർലി ഓൺ ദാറ്റ്. സോ ഹമ്മുറാബി കോഡ് എന്ന് പറയുന്ന ഏർലിയസ്റ്റ് റിട്ടൺ ലീഗൽ റെക്കോർഡാണ്. ഇത് എവിടെയാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യയിലാണോ? മെസപ്പൊട്ടോമിയ, ആൻഷ്യന്റ് ഗ്രീസ്, ഫറോയ്ക്ക് ഈജിപ്റ്റ്. Hammurabi Code that we can see as part of our Mesopotamian or later Babylonian civilization. So the King Hammurabi of Babylonian civilization ഈ മെസപ്പൊട്ടോമിയൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷന് വരുന്നതാണ് ബാബിലോണിയൻ, നിയോ ബാബിലോണിയൻ എന്നൊക്കെ പറയുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അത് ഹമ്മുറാബി കോഡ് കൊണ്ടുവരുന്നുണ്ട്, ആ കാലഘട്ടത്തിലെ പല നിയമങ്ങളും ഒരു സംഹിതയായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. Going to 8th question. ഗോഡസ് അത്തീനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ മാർവൽ ഏതാണ്? ദാറ്റ് ഈസ് എത്തീനിയൻ അക്രോപോളിസ് എന്ന രീതിയിൽ കാണുന്ന ആ ഒരു ഡെഡിക്കേഷൻ എന്താണ്? നമ്മൾ ക്ലാസ് റൂമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പിക്ചർ അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിക്ചർ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. വി ഹാവ് ദ കൊളോസസ് ഓഫ് റോഡസ്, ടെമ്പിൾ ഓഫ് സൂയിസ് അറ്റ് ഒളിമ്പിയ, പാർത്തനൺ, ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയ. ഏതാണ് ആൻസർ? ആൻസർ സി ആണ്, പാർത്തനൺ. ഈ പാർത്തനൺ എന്ന് പറയുന്നതിന്റെ പിക്ചറും അത്തീന ഗോഡസിന്റെ പിക്ചറൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിരിക്കുക. ഫർദർ എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, യു കെൻ ജസ്റ്റ് റീഡ് ദാറ്റ് വൺ. ഓക്കെ, നമ്മൾ ഈ ഒരു PDF നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഒളിമ്പിക് ഗെയിംസ് ഒറിജിനേറ്റിംഗ് ഇൻ ഗ്രീസ് വെർ പ്രൈമറി ഫോക്കസ്ഡ് ഓർ ബേസ്ഡ്. ഒളിമ്പിക് ഗെയിംസ് ഗ്രീസിലാണ് വരുന്നത്, ഡെമോക്രസി ഗ്രീസിലാണ് വരുന്നത്. സ്പാർട്ടയിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് സ്പാർട്ട ഹാവിംഗ് ഇമ്പോർട്ടൻസ് ഗിവിംഗ് ടു ദിസ് മിലിറ്ററി പ്രോവസ്. അറ്റ് ദി സെയിം ടൈം ഗ്രീസിന് അവര് ഡെമോക്രസി, ഡിസ്കഷൻ, ഫിലോസഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒളിമ്പിക് ഗെയിംസ് എന്തിന് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്? ആൻസർ ഈസ് റിലീജിയസ് വർഷിപ്പ്. കാരണം ഈ ആൻഷ്യന്റ് ഒളിമ്പിക്സ് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒളിമ്പിയയിൽ ഉണ്ടായിരുന്ന, ഒളിമ്പിയ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ സൂയിസ് ടെമ്പിളിൽ അടുത്താണ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ഓർഡർ ടു ഹോണർ ദ ഗോഡ് സൂയിസ്, ദേ സ്റ്റാർട്ടഡ് ദിസ് ഒളിമ്പിക് ഗെയിംസ് ആൻഡ് ദസ് വി ഹാവ് വാട്ട് ആസ് എ റിലീജിയസ് വർഷിപ്പ് ആയിട്ടാണ് അവർ ഒളിമ്പിക് ഗെയിംസ് തുടങ്ങിയത്. ഒളിമ്പിക് എന്ന് പറയാനുള്ള റീസൺ ഒളിമ്പിയ എന്ന് പറയുന്ന പ്രദേശം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ആ രീതിയിലൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. Question number 10, very important question. Which philosopher? Very important based question. കാരണം ഇങ്ങനത്തെ ഫിലോസഫർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. Emphasized self knowledge and examined life as key to virtuous existence. And unexamined life is not worthy എന്ന് പറഞ്ഞതാണ് അദ്ദേഹം. നമ്മുടെ സ്വയം പരിശോധന നടത്തിയിട്ട് നമ്മുടെ ജീവിതം ഒന്നും വേസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൂസ് ദാറ്റ്? അരിസ്റ്റോട്ടിൽ ആണ്, പ്ലാറ്റോ ആണോ, സോക്രൈറ്റ്സ് ആണോ, പൈതഗോറസ് ആണോ? ആൻസർ ഇസ് സോക്രൈറ്റ്സ്. സോക്രൈറ്റ്സ് ആണ് വരുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിന്റെ ഫേമസ് ക്വസ്റ്റ്യനിങ് മെത്തേഡ് ക്ലാസ് റൂമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എവറിത്തിങ് ഹിൽ ബി ഹാവിംഗ് സർട്ടൻ ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട്, വൈ, ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11. Which emperor famously uttered the iconic phrase "Veni Vidi Vici" after decisive victory? ഒരു പ്രദേശം പിടിച്ചെടുത്തതിനു ശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു എംപറർ പറയുന്നുണ്ട്, കണ്ടു, ഇഷ്ടപ്പെട്ടു, പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജൂലിയസ് സീസർ. സോ ജൂലിയസ് സീസർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡയലോഗ് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് 12 ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അനദർ റിട്ടൺ ലീഗൽ കോഡ്സ് ഇൻ ദ വെസ്റ്റ്. അത് ആരുടെ കാലഘട്ടത്തിലാണ് ഒറിജിൻ ചെയ്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വി ഹാവ് റോമൻ കിങ്ഡം, റോമൻ റിപ്പബ്ലിക്, റോമൻ എംപയർ, ബൈസാന്റൈൻ എംപയർ. റോമന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആൾക്കാരാണ്. ഫസ്റ്റ് ഉണ്ടായത് റോമൻ കിങ്ഡം, പിന്നീട് റോമൻ റിപ്പബ്ലിക് വരുന്നു. റിപ്പബ്ലിക്കിന്റെ സമയത്താണ് ജൂലിയസ് സീസർ. റോമൻ എംപയറിന്റെ സമയത്താണ് അഗസ്റ്റസ് ഓർ ഒക്ടേവിയൻ സീസർ. ബൈസാന്റൈൻ എംപയറിന്റെ സമയത്താണ് കോൺസ്റ്റാന്റൈൻ.
ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് ക്ലാസ് റൂമിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോന്നിനെയും കാലഘട്ടം എല്ലാം വെവ്വേറെ പേരുകളാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ വരെ കൺഫ്യൂസിങ് രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഹാവ് എ ഗുഡ് റിവിഷൻ, ദെൻ യു വിൽ ബി ഏബിൾ ടു സ്കോർ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ദ ആൻസർ ഇസ് റോമൻ എംപയർ. റോമൻ എംപയറിന്റെ സമയത്താണ് 12 ടാബ്ലറ്റ്സ് എന്ന രൂപത്തിലോട്ട് റിട്ടൺ ലീഗൽ കോഡ്സ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13 റിഗാർഡിംഗ് ദിസ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് റോമൻ എംപയർ ആക്കി മാറ്റിയത് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ദ ആൻസർ ഈസ് വെരി സിമ്പിൾ, കോൺസ്റ്റാന്റൈൻ ദ ഗ്രേറ്റ് ആണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സോ അതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. കാരണം കോൺസ്റ്റാന്റൈൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ടഡ് ആകുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി സ്റ്റേറ്റ് റിലീജിയൻ ആക്കി മാറ്റുന്നുണ്ട്. ദെൻ പാക്സ് റൊമാന വളരെ ഇമ്പോർട്ടന്റ് ആണ്. വി ഹാവ് അനദർ ടെർമിനോളജി ഫോർ ദിസ് വൺ. പാക്സ് റൊമാന എപ്പോഴാണ് നടന്നത്? റോമൻ റിപ്പബ്ലിക് ആണോ, എംപയർ ആണോ, കിങ്ഡം ആണോ, ബൈസാന്റിൻ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് കോൺസെപ്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന് രണ്ടും നട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. സോ പാക്സ് റൊമാന എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? ആൻസർ ഈസ് ഒക്ടോവിയൻ ഓർ അഗസ്റ്റസ് സീസറിന്റെ, അല്ലെങ്കിൽ പാക്സ് റൊമാന എന്ന് പറയുന്ന പോലെ പാക്സ് ഓഗസ്റ്റസ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. ദാറ്റ് ഈസ് പീരീഡ് ഓഫ് റിലേറ്റീവ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പൊ അത് ഏത് റോമൻ ഫേസിലാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 15, സിറ്റി ഓഫ് ബോംബെ. ബോംബെ സിറ്റി ഉണ്ട്. ഓക്കെ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ബോംബെ എന്ന് പറയുന്ന. രാജാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ ഉണ്ടായിരുന്നു, നമുക്ക് പറയാൻ പറ്റും, കറസ്പോണ്ടിങ് ടു ദിസ് ജൂലിയസ് സീസർ ആസ് വെൽ. സോ സിറ്റി ഓഫ് ബോംബെ ട്രാജിക്കലി പ്രിസർവ്ഡ് ബൈ വോൾക്കാനിക് ആഷ് ഓഫേഴ്സ് ഇൻസെന്റ് ഇൻടു. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്കിതിന് തരുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബോംബെ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിക്റ്റേറ്ററുടെ പേരാണ് റോമൻ, ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് കുറച്ച് കൂടുതൽ വിവരങ്ങൾ തരുന്നത്? ഈജിപ്ഷ്യൻ ബറൽ പ്രാക്ടീസസ് ആണോ? അല്ല, റോമനെ കുറിച്ചാണ്. മിഡീവൽ ലൈഫ് ഇൻ യൂറോപ്പ് ആണോ? അല്ല, ആൻഷ്യന്റ് ആണ്. ഡെയിലി ലൈഫ് ഇൻ റോമൻ സിറ്റി, മിലിറ്ററി ടാക്ടിക്സ് ഓഫ് റോമൻ ആർമി. മിലിറ്ററി ടാക്ടിക്സ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് ഒരു സിറ്റി നമുക്ക് തരാൻ വേണ്ടി പോകുന്നത് ആ സിറ്റിയിലെ ഡെയിലി ലൈഫ് ആയിരിക്കത്തില്ലേ? സോ ആൻസർ ഈസ് സി ഓൺലി. സോ അങ്ങനെ വേണം കുറച്ച് ചിന്തിക്കാൻ വേണ്ടി കേട്ടോ. സോ ദീസ് ആർ 15 വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. അപ്പൊ മറക്കണ്ട, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. യു ക്യാൻ ജോയിൻ ദർ ആൻഡ് ഗെറ്റ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഹാവ് ഹാപ്പി ലേണിംഗ്. താങ്ക് യു.